ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കമ്മ്യൂട്ടേഷൻ സംബന്ധിച്ച് ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. കമ്മ്യൂട്ടേഷൻ 12 വർഷമായി കുറച്ചിരിക്കുന്നുവെന്നും കമ്മ്യൂട്ടേഷൻ എമൗണ്ട് 15 വർഷം നൽകിയവർക്ക് അത് പലിശ സഹിതം തിരിച്ചു ലഭിക്കുമെന്നും. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. കമ്മ്യൂട്ടേഷൻ എന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ പെൻഷൻ വിൽപ്പനയാണ്. 15 വർഷത്തെ പെൻഷൻ്റെ ഒരു നിശ്ചിത ശതമാനം പെൻഷനാകുന്ന സമയത്ത് നമ്മൾ വിൽക്കുകയും അതിന് ഒരു നിശ്ചിത തുക ഒറ്റത്തവണയായി നൽകുകയും ചെയ്യുന്നു. ആ തുക വരുന്ന 15 വർഷങ്ങളിലായി നമ്മുടെ പെൻഷനിൽ നിന്ന് പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമുക്ക് ലഭിച്ച കമ്മ്യൂട്ടേഷൻ എമൗണ്ട് എത്രയാണെന്നും 15 വർഷം കൊണ്ട് സർക്കാർ നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന തുക എത്രയെന്നും. ഗുജറാത്ത് ഗവൺമെൻറ് തങ്ങളുടെ റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കമ്മ്യൂട്ടേഷൻ എമൗണ്ടിൽ 12% ഇൻട്രസ്റ്റ് റേറ്റിലാണ് റിക്കവറി ചെയ്തിരുന്നത്. എന്നാൽ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് 7% കുറഞ്ഞതിനാൽ അവരുടെ കമ്മ്യൂട്ടേഷൻ്റെ റീസ്റ്റോറേഷൻ 2022 മുതൽ 13 വർഷമായി കുറച്ചു. അതിനുശേഷം പഞ്ചാബ് സ്റ്റേറ്റ് പെൻഷനേഴ്സായ ഷീലാദേവിയും സംഘവും നൽകിയ പെറ്റീഷൻ നമ്പർ CWP 9426/2023 അനുസരിച്ച് കമ്മ്യൂട്ടേഷൻ കാലാവധി 15 വർഷത്തിനു പകരം 11.5 വർഷമായി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതേപോലെ കമ്മ്യൂട്ടേഷൻ സംബന്ധമായ എല്ലാ കേസുകളും മുകളിൽ പറഞ്ഞ റിറ്റ് പെറ്റീഷനുമായി ടാഗ് ചെയ്യുകയും ഇതിൻ്റെ അടുത്ത വാദം 21 ഓഗസ്റ്റ് 2024 ചണ്ഡീഗഡ് ഹൈക്കോർട്ടിൽ നടക്കും. അതോടൊപ്പം ഇത്തരം കേസുകൾ നൽകിയവരുടെ കമ്മ്യൂട്ടേഷൻ റിക്കവറി സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഫൈനൽ ഡിസിഷൻ ഇതുവരെയും വന്നിട്ടില്ല. അനുകൂലമായ ഡിസിഷൻ വന്നാലും അത് പെറ്റീഷനേഴ്സിന് മാത്രമായി വരാൻ സാധ്യതയുള്ളൂ. എങ്കിലും ഇതിൽ അനുകൂല ഡിസിഷൻ വന്നാൽ മറ്റു പെൻഷനേഴ്സിനും കോടതി വഴി അനുകൂല വിധി നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ 15 വർഷത്തെ കമ്മ്യൂട്ടേഷൻ ഓൾറെഡി റിക്കവർ ആയവർക്ക്, അതായത് പഴയ പെൻഷനേഴ്സിന് ഇതിൻ്റെ ഗുണം ലഭിക്കാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് ഫൈനൽ ജഡ്ജ്മെൻറ്റിനായി കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.